മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 33-ാം ദിവസം. മരിയൻ പ്രതിഷ്ഠയുടെ തലേന്നായ ഇന്ന് മരിയൻ പ്രതിഷ്ഠ എത്രമാത്രം ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും എന്ന് നമുക്ക് ധ്യാനിക്കാം. യേശു ക്രിസ്തുവിന് അനുരൂപരാകുകയാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതിനാൽ ക്രിസ്തുവിന് അനുരൂപരാകുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്. യേശുവിന് അനുരൂപരാകാതെ ഒരു ക്രൈസ്തവൻ മരിക്കുന്ന പക്ഷം അവൻ്റെ ജീവിതം ഒരു പരാജയമായി തീരും. അവൻ്റെ നേട്ടമെല്ലാം വ്യർത്ഥവുമാകും. ഇതാണ് ഈശോ ഇപ്രകാരം പറഞ്ഞത്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കാരണം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരം എന്ത് കൊടുക്കും? യോഹന്നാൻ്റെ സുവിശേഷം 6:63 ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിൻ്റെ മാതൃക പിഞ്ചെന്ന് യഥാർത്ഥ ആത്മീയജീവിതം നയിച്ച് ക്രൈസ്തവ പരിപൂർണ്ണത നേടി നിത്യജീവൻ പ്രാപിക്കുകയാണ് കരണീയം എന്ന് വ്യക്തം. നിത്യജീവൻ, നിത്യരക്ഷ ഇത് പ്രാപിക്കുക എന്ന പരമോന്നത സൗഭാഗ്യം സ്വന്തമാക്കണമെങ്കിൽ അതിന് വലിയ വില നാം കൊടുക്കണം. അതാണ് യേശു പറഞ്ഞത്, സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ദൈവരാജ്യം ബലവശമാണ്, ബലവാന്മാർ അത് കൈയടക്കുന്നു. ഭൗമിക ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി കഠിന അധ്വാനമാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ അതിലെത്രയോ അധികമായ അധ്വാനവും പ്രയത്നവും ആവശ്യമാണ്. ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ തീരുമാനമെടുത്തൊരു വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥികളെപ്പോലെ ലാഘവത്തോടെ അല്ല പഠനത്തെ എടുക്കുന്നത്. പകരം റാങ്ക് വാങ്ങുക എന്ന ലക്ഷ്യം സദാ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് സാധിച്ചെടുക്കാൻ ആവശ്യമായിടത്തോളം അധ്വാനം ദിവസേന സ്വീകരിക്കുന്നു. ഒരു ബിസിനസ് വിജയമാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയും അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം കഠിനാധ്വാനം ചെയ്യും. കുറച്ചു കാലം മാത്രം ദീർഘിക്കുന്ന ഈ ലോക ജീവിതം വിജയിപ്പിക്കാൻ ഇപ്രകാരം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് ന്യായമെങ്കിൽ നിത്യത മുഴുവൻ നീണ്ടു നിൽക്കുന്ന യഥാർത്ഥ ജീവിതം, സ്വർഗസൗഭാഗ്യ ജീവിതം പ്രാപിക്കാൻ നാം എത്രമാത്രം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ഇപ്രകാരം എഴുതി, ഞാൻ നിങ്ങളിൽ നകന്നിരിക്കുന്ന ഇപ്പോഴും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുമേ. എന്നാൽ മിക്ക ക്രൈസ്തവരും രക്ഷയെ സംബന്ധിച്ച വലിയ ഒരു തെറ്റിദ്ധാരണയിലാണ്. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുക എന്ന മിനിമം കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്ന യുക്തിരഹിതമായ ധാരണയിലാണ് പലരും കഴിയുന്നത്. മിനിമം മാർക്ക് മാത്രം എല്ലാ പരീക്ഷകൾക്കും വാങ്ങി കഷ്ടിച്ച് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥി അവസാനത്തെ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നത് എത്രമാത്രം മൗഢ്യമാണോ, യാഥാർത്ഥ്യത്തിൽ നിരക്കാത്തതാണോ, അതുപോലെയുള്ള ഭോഷത്വമാണ്. മിനിമം വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിച്ച് മരണശേഷം സ്വർഗസൗഭാഗ്യം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്ന ചുരുക്കമാണോ എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടുത്തെ ചോദിച്ചപ്പോൾ ഈശോ കൊടുത്ത ഉപദേശം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഈശോ പറഞ്ഞു, അനേകർ ശ്രമിക്കും, എന്നാൽ ചുരുക്കം ചിലരെ അത് പ്രാപിക്കുകയുള്ളൂ. പരിപൂർണത പ്രാപിക്കുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിനും നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും ആവശ്യമാണെന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിലൂടെ കടന്നുപോയ അവസരത്തിൽ ഇത്രയേറെ ഉയർന്ന ഒരു ആത്മീയ ജീവിതം നമ്മെക്കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയം ഒരുപക്ഷെ
ഉണ്ടായേക്കാം. ഇത്രയും ഉയർന്ന ഒരു ക്രിസ്തീയ പൂർണ്ണതയുടെ ആവശ്യം ഇല്ല എന്ന് പോലും, അത് അസാധ്യമാണെന്ന് പോലും നുണയനായ പിശാച് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടാകാം. പിശാചിൻ്റെ നുണ വിശ്വസിച്ച് പ്രവർത്തിച്ച ആദ്യ മാതാപിതാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ സാത്താൻ്റെ എളുപ്പവഴി നമുക്ക് സ്വീകാര്യമല്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന ഈശോയുടെ വാക്കാണ് നമുക്ക് ജീവിക്കാനുള്ള മാനദണ്ഡം. ഈ പരിശ്രമത്തിൽ എത്ര നാളുകൊണ്ട് വിജയിക്കാനാകും എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത തന്നെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു നല്ല യുദ്ധം നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആത്മാർത്ഥമായ നമ്മുടെ പരിശ്രമമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിസ്സാരമായി ക്രൈസ്തവ ജീവിതത്തെ എടുക്കുന്നത് യേശുവിൻ്റെ ദിവ്യോപദേശങ്ങൾക്ക് ഒരിക്കലും ചേർന്നതല്ല. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉയർന്ന നിലവാരത്തെപ്പറ്റി മലയിലെ പ്രസംഗത്തിൽ തുടക്കത്തിൽ തന്നെ ഈശോ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിയമത്തെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും സംഭവിക്കുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കാരണം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ കവിഞ്ഞ് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്ന് ഈശോ അരുളി ചെയ്ത മലയിലെ പ്രസംഗം എന്ന ഭാഗത്ത് നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത ഒരു ഉയർന്ന ജീവിത രീതിയെപ്പറ്റിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പക്ഷേ അത് നമുക്ക് അസാധ്യമായിട്ടുള്ളതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് സാധ്യമായതാണ്. നാം അതിനു വേണ്ടി ആഗ്രഹിക്കാത്തതും പരിശ്രമിക്കാത്തതും കൊണ്ട് മാത്രമാണ് നമുക്കതിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് തോന്നിപ്പോകുന്നത്. മരിയൻ പ്രതിഷ്ഠയുടെ പ്രസക്തി ഇവിടെയാണ്. പരിശുദ്ധ കന്യാമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിത മാതൃകയിലേക്ക് നോക്കി സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനുള്ള ഒരു നിരന്തര പരിശ്രമമാണ് മരിയൻ പ്രതിഷ്ഠയോടെ നമ്മൾ ആരംഭിക്കുന്നത്. മരിയൻ പ്രതിഷ്ഠയ്ക്ക് കഴിയുന്നത്ര പരമാവധി നന്നായി ഒരുങ്ങുവാൻ നമുക്ക് ദിവസങ്ങൾ ദൈവം കൃപ തന്നു. അതിനാൽ തന്നെ ക്രിസ്തീയ പരിപൂർണതയ്ക്ക് വളരുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം. കഴിഞ്ഞ 32 ദിവസങ്ങളിലെ വിചിന്തനവും പ്രാർത്ഥനയും വഴി പരിശുദ്ധാത്മാവ് മരിയൻ പ്രതിഷ്ഠയ്ക്ക് നമ്മെ ഓരോരുത്തരെയും കാര്യക്ഷമമായി ഒരുക്കുകയായിരുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കുകയാണ് എന്ന ബോധ്യത്തോടെയാണ് 32 ദിവസം മുമ്പ് മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള ഈ ധ്യാനം നാം തുടങ്ങിയത്. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തത് വഴിയോ മറ്റേതെങ്കിലും ആധ്യാത്മിക അനുഭവം വഴിയോ ലഭിച്ച മാനസാന്തരത്തിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു ഇത്. കർത്താവ് ഒരിക്കൽ നമ്മിൽ സമാരംഭിച്ച കൃപാവര ജീവിതത്തിൻ്റെ അടിത്തറമേൽ അവിടുന്ന് തന്നെ നമ്മെ പണിതുയർത്തുകയായിരുന്നു. അവിടുന്ന് നമ്മിൽ തുടങ്ങിവെച്ച നവീകരണം ഇപ്പോൾ കൂടുതൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം പാപം ഒഴിവാക്കൽ മാത്രമല്ലെന്നും
വരപ്രസാദത്താൽ ഉപരി സമ്പന്നമാകലാണെന്നും നമുക്ക് ബോധ്യമായി. ഈ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ദൈവം ഉന്നത കൃപാവരങ്ങളാൽ അലങ്കരിച്ചു. നമുക്ക് അർത്ഥവത്തായി ഇപ്രകാരം പൗലോസിനോടൊപ്പം ഏറ്റു പറയാം: സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ലോകാരൂപി നിരാകരിക്കുക എന്ന വിഷയത്തെപ്പറ്റിയുള്ള ധ്യാനം പാപത്തോട് വിട പറയാൻ നമുക്ക് ഉപകരിച്ചു. പരിശുദ്ധ കന്യകമറിയത്തോടുള്ള സമ്പൂർണ്ണ മരിയൻ പ്രതിഷ്ഠ വഴി ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റെതായി തീരേണ്ടതിന് ഒന്നാം ഘട്ടത്തിൻ്റെ ആദ്യത്തെ 12 ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ആഴമേറിയ പാപബോധത്തിലേക്ക് നയിക്കുകയും അനുതാപത്തിൻ്റെ ചൂളയിൽ സ്ഫുടം ചെയ്ത് ഉപരി വിശുദ്ധീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ജീവിതം നശിപ്പിക്കുന്ന മാരക വിഷമാണ് പാപമെന്ന ബോധ്യം പാപത്തേക്കാൾ നല്ലത് മരണമെന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ചില പാപങ്ങളിലെങ്കിലും വീണുപോവുക സ്വാഭാവികമാണ് എന്ന തെറ്റിദ്ധാരണ മാറുകയും പാപരഹിത ജീവിതം സാധ്യമാണെന്ന് നമുക്ക് ഉറപ്പാവുകയും ചെയ്തു. പാപത്തിനെതിരായി യുദ്ധം ആരംഭിക്കേണ്ടത് അതിൻ്റെ വേരുകളായ മൂലപാപങ്ങൾ കുടികൊള്ളുന്ന ഹൃദയത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിലാക്കി തന്നു. അത് യേശുവിൻ്റെ രക്തത്താലും തിരുവചനത്താലുമുള്ള വിശുദ്ധീകരണ പ്രാർത്ഥന വഴി സാധ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ പാപത്തിലേക്കുള്ള വാതായനങ്ങളായ ചില വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമ്പർക്കം, സാഹചര്യങ്ങൾ എന്നിവ പാടെ ഒഴിവാക്കേണ്ടതാണെന്ന വസ്തുത ഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാനും നമുക്ക് കൃപ ലഭിച്ചു. പരിപൂർണതയ്ക്ക് ലഘുപാപങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിബന്ധം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂലം അവ സസൂക്ഷ്മം കണ്ടെത്തി പശ്ചാത്തപിക്കാനും അവ കൂടി ഉൾപ്പെടുത്തി കൂടെ കുമ്പസാരിച്ച് അവയെ ജയിക്കാനും നമുക്ക് ദൈവാനുഗ്രഹം ലഭിച്ചു. പാപമോഹം ഉണ്ടാകുമ്പോൾ തന്നെ എതിർക്കാനുള്ള കൃപയും ദൈവം നൽകി. അതുവഴി പാപചിന്തകളുടെയും ലോകമോഹങ്ങളുടെയും സ്ഥാനത്ത് ദൈവചിന്തകളാണ് നമ്മുടെ ഹൃദയത്തെ ഇപ്പോൾ ഭരിക്കുന്നത്. സഹോദരരോടുള്ള അനുരഞ്ജനം കൂടുതൽ ആഴത്തിൽ പ്രാപിച്ചെടുക്കുവാൻ മുൻകൈയെടുത്തത് വഴി അഹങ്കാരത്തിൽ നിന്ന് കൂടുതൽ പുറത്തു വരാനും നമുക്ക് സാധിച്ചു. അങ്ങനെ പിശാചിനെ തോൽപ്പിക്കാനും അവൻ്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അവനെതിരെയുള്ള ആത്മീയ പോരാട്ടം സജീവമാക്കാനും നമുക്ക് കൃപ ലഭിച്ചു. സർവോപരി പാപത്തിൻ്റെ ത്രിവിധ രാജകീയ വീഥികൾ എന്നറിയപ്പെടുന്ന ശരീരത്തിൻ്റെ ദുരാശ, ലോകവസ്തുക്കളോടുള്ള ദുരാശ, തെറ്റായ ആത്മസ്നേഹം അഥവാ അഹങ്കാരം എന്നിവ വരുത്തുന്ന വിനാശത്തിൻ്റെ ആധിക്യം ഗ്രഹിക്കാനും അവയിൽ നിന്നുള്ള മോചനത്തിനായി യത്നിക്കാനും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായത്തോടെ പരിശ്രമിക്കാൻ നമുക്ക് സാധിച്ചു. രണ്ടാം ഘട്ട വിചിന്തനം നമ്മുടെ ബലഹീനതകളുടെ ആധിക്യം ബോധ്യപ്പെടാൻ ഇടയായി. രണ്ടാം ഘട്ടത്തിൻ്റെ 7 ദിവസങ്ങളിലൂടെയുള്ള തീർത്ഥാടനം പരിപൂർണതയുടെ വഴിയിൽ നാം അഭിമുഖീഭവിക്കേണ്ട നമ്മുടെ ബലഹീനതകളും പരിമിതികളും കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനോട് ശിഖരം ചേർന്നിരിക്കുന്നത് പോലെയുള്ള ബന്ധമാണ് ജ്ഞാനസ്നാന കൃപാവരത്താൽ യേശുവിനോട് നമുക്കുണ്ടായിരുന്നതെങ്കിലും നമ്മുടെ നിരവധി തെറ്റായ തിരഞ്ഞെടുപ്പുകളുടെ ഫലമായി ദൈവത്തിൽ നിന്ന് നാം വളരെ അകന്നു പോയിരുന്നു. ഒരു ഹൃദയവും ഒരാത്മാവുമെന്ന നിസ്വാർത്ഥമായ പരസ്നേഹത്തിൽ നിന്ന് വീണു സഹചര്യമായും വളരെയേറെ നാം അകന്നുപോയി. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നതും ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ആന്തരിക അസന്തുലിതാവസ്ഥ നമ്മിൽ തന്നെ ഉണ്ടെന്ന് നാം കണ്ടെത്തി. ലോകത്തോടും ലോക വസ്തുക്കളോടും അനാരോഗ്യകരമായ അടുപ്പവും അവയാൽ സ്വാധീനിക്കപ്പെടുന്ന ദുരവസ്ഥയും
നമ്മിലുള്ളതായി നാം തിരിച്ചറിഞ്ഞു. ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയതിൻ്റെ അനിവാര്യ ഫലമെന്നോണം നാം നമ്മിൽ തന്നെ ചുരുങ്ങിക്കൂടി സ്വയോന്മുഖരായിത്തീർന്നു. അതോടെ സുഖലോലുപത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനാ ജീവിതത്തിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും അലംഭാവവും അലസതയും ഉള്ളവരായി മാറുകയും ചെയ്തു. അതോടെ ദൈവത്തിനും മറ്റുള്ളവർക്കും സ്വയം ആത്മദാനം ചെയ്യുന്ന നിഷ്കളങ്ക സ്നേഹത്താൽ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടമായി. പരിണിത ഫലമോ ലോകം നമ്മെ ശക്തമായി സ്വാധീനിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വഴിയും മായാപ്രകടനങ്ങൾ വഴിയും ദുഷിച്ച മാതൃക വഴിയും അതിൻ്റെ വശീകരണം നമ്മുടെ നേർക്ക് ശക്തമായി അയച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പേരിൽ ലോകം നമ്മെ ഭീഷണിപ്പെടുത്തുന്നതായി നാം മനസ്സിലാക്കി. വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടെന്നും നാം ഗ്രഹിച്ചു. ഈ പരിമിതികളും ബലഹീനതകളും മരിയൻ പ്രതിഷ്ഠ എത്രമാത്രം അനിവാര്യമാക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിച്ചു. ബലഹീനത ജയിക്കാനുള്ള മാർഗം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം. ഈ സ്ഥിതിയിൽ സ്വർഗീയ സഹായം എത്രമാത്രം അത്യാവശ്യമാണെന്ന് മുൻപത്തേക്കാൾ അധികം നമുക്ക് ബോധ്യം വന്നു. യേശുനാഥൻ തന്നെ നേരിട്ട് തന്ന സഹായം പരിശുദ്ധ മറിയം നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്നത് നമുക്ക് വലിയ പ്രത്യാശ നൽകി. ഇതിന് 3-ാം ഘട്ടത്തിലെ 7 ദിവസത്തെ മരിയൻ പഠനവും പ്രാർത്ഥനയും വലിയ സഹായമായി തീർന്നു. ക്രിസ്തുനാഥൻ നിർവഹിച്ച മാനവ പരിത്രാണ കർമ്മത്തിൽ പരിശുദ്ധ മറിയം വഹിച്ച പങ്ക്, അതേപ്പറ്റി അറിവ് ദൈവമാതാവിലേക്ക് നമ്മെ വളരെയധികം അടുപ്പിച്ചു. ഏറ്റവും നല്ല അമ്മ എന്ന നിലയ്ക്ക് കന്യക മറിയത്തിന് നമ്മോടുള്ള വാത്സല്യ സ്നേഹം നമ്മെ പ്രത്യാശയാൽ നിറച്ചു. ദൈവമാതാവും അമലോത്ഭവയും നിത്യകന്യകയും സ്വർഗാരോപിതയും എന്ന നിലയ്ക്ക് പരിശുദ്ധ മറിയത്തിന് ദൈവത്തിന് മുമ്പിലുള്ള സ്വാധീന ശക്തി എത്ര വലുതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ദൈവസമക്ഷം മനുഷ്യകുലത്തിൻ്റെ അഭിഭാഷികയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വസമ്പത്തിൻ്റെയും മേൽ ദൈവത്താൽ അധികാരപ്പെടുത്തപ്പെട്ടവളുമായി പരിശുദ്ധ മറിയത്തിന് നമ്മുടെ ജീവിതം ഭരമേൽപ്പിച്ചു കൊടുക്കുന്നതിലുള്ള യുക്തി നമുക്ക് നന്നായി ബോധ്യമായി. എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളുടെയും പരമോന്നത മാതൃകയായ മറിയത്തിൽ നിന്ന് ക്രിസ്തുവിനെ അനുകരിച്ചുള്ള ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ മാർഗരേഖ നമുക്ക് കൂടുതൽ വ്യക്തമാകുകയും ചെയ്തു. യേശുവിനെ പറ്റിയുള്ള ധ്യാനം യേശുവിലേക്ക് ഏറെ അടുപ്പിച്ചു. മരിയൻ സമർപ്പണ ധ്യാനത്തിൻ്റെ അന്തിമഘട്ടമായ ഇക്കഴിഞ്ഞ 7 ദിവസങ്ങളിൽ ഈ സമർപ്പണത്തിൻ്റെ പരമോന്നത ലക്ഷ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു. ആത്യന്തികമായി യേശുവിനുള്ള ആത്മാർപ്പണമാണ് മരിയൻ പ്രതിഷ്ഠ എന്ന കാര്യം നമുക്ക് വ്യക്തമായി. ജ്ഞാനസ്നാനത്തിലൂടെ നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് നൽകിയതിൻ്റെ ആ സമർപ്പണത്തിൻ്റെ തീവ്രമാക്കലും ആഴപ്പെടലുമാണ് മരിയൻ പ്രതിഷ്ഠയെന്ന് ഇതിനകം നമുക്ക് നന്നായി മനസ്സിലായി. പിശാചിനെയും പാപത്തെയും സ്വാർത്ഥത്തെയും വലിച്ചെറിഞ്ഞ് യേശുവിനെ സർവസ്വവുമായി ഹൃദയത്തിൽ പൂജിക്കുകയാണല്ലോ ജ്ഞാനസ്നാനം വഴി നാം തുടങ്ങിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത. യേശുവുമായുള്ള ഒരു യഥാർത്ഥ വിവാഹ ഉടമ്പടി ജീവിതമാണ് അത് എന്ന തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ നമ്മിൽ വർദ്ധമാനമായിട്ടുണ്ട്. ജ്ഞാനസ്നാനം വഴി സംജാതമാകുന്ന യേശുവും നാം ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം വിവാഹത്തിലെ ഗാഢമായ ബന്ധത്തോട് ഉപമിക്കാനാവാത്ത വിധം ആഴമേറിയതും സ്നേഹോജ്വലവുമാണ്. പരിശുദ്ധ മറിയം വഴി യേശുവിന് നമ്മെ അടിയറവ് വയ്ക്കേണ്ടതിൻ്റെ യുക്തി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ധ്യാനത്തിലൂടെ നമുക്ക് വ്യക്തമായി. കാരണം യേശു സത്യദൈവവും സകല മനുഷ്യരുടെയും രക്ഷകനും
സമഗ്രമോചകനും ആകുന്നു. അവിടുന്ന് നമ്മെ ഓരോരുത്തർ സ്വന്തമാക്കാനായി നമുക്ക് വേണ്ടി ദാഹിക്കുന്നവനാണ്. നാം നമ്മെ അവിടത്തേക്ക് സമർപ്പിച്ചാൽ അവിടെ നമ്മെ പൂർണ്ണമായി രക്ഷിക്കും. യേശുനാഥനുമായുള്ള അത്യഗാധ സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കർത്താവിനെ പറ്റിയുള്ള ആഴമേറിയ അറിവ് നമുക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ഈശോ സത്യദൈവം തന്നെയാണ്, അവിടുന്ന് എൻ്റെ സ്വന്തം രക്ഷിതാവാണ് എന്നീ ധ്യാനങ്ങൾ യേശുവിന് എൻ്റെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഇത് അവിടുത്തേക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഇത് പരിശുദ്ധ മറിയത്തെ അനുകരിച്ച് സർവോപരി യേശുവിനെ സ്നേഹിക്കാനും അവളുടെ മാതൃകയനുസരിച്ച് ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാനും നമ്മെ പ്രചോദിപ്പിച്ചു. അങ്ങനെ സമ്പൂർണ്ണ മരിയൻ സമർപ്പണം ആത്മാർത്ഥമായി നടത്താൻ കഴിഞ്ഞ 32 ദിവസങ്ങളിലെ ഒരുക്കത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മെ പരിശീലിപ്പിച്ചു. വിവാഹ തലേന്നത്തെ കാത്തിരിപ്പിന് സമാനമായ കാത്തിരിപ്പ്. മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിന് 33 ദിവസത്തിലെത്തിയിരിക്കുന്ന നാം ഇപ്പോൾ വലിയൊരു കാത്തിരിപ്പിലാണ്. വിവാഹത്തിൻ്റെ തലേ ദിവസത്തിലെത്തിയ പ്രതിശ്രുത വധുവിനെ പോലെയാണ് നാം ഓരോരുത്തരും. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യേശുക്രിസ്തുവുമായുള്ള ഒരു ഉടമ്പടി സ്നേഹബന്ധത്തിലേക്ക് നാളെ നാം കാലെടുത്ത് വയ്ക്കും. യേശുവിനെ പ്രാണനാഥനായി വരനായി നാം സ്വീകരിക്കും. യേശു ആനന്ദ വായ്പോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും. സർവാധിപനായ ദൈവവും രക്ഷകനുമായ അവിടുന്ന് നമ്മുടെ ജീവിതം ഏറ്റെടുക്കുന്നതോടെ നാം എല്ലാ തരത്തിലും വ്യത്യസ്തരായിത്തീരും. ജ്ഞാനസ്നാന സമർപ്പണത്തിൻ്റെ ബോധപൂർവകമായ നവീകരണം. ജ്ഞാനസ്നാന ദിവസമാണല്ലോ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും പ്രധാന ദിവസം. എന്നാൽ മരിയൻ പ്രതിഷ്ഠയുടെ ദിവസമായ നാളെയും സമാന പ്രാധാന്യമുള്ളതാണ്. കാരണം ജ്ഞാനസ്നാനത്തിലെ സമർപ്പണത്തിൻ്റെ തീവ്രമാക്കലും ആഴപ്പെടലുമാണ് മരിയൻ പ്രതിഷ്ഠയിൽ നടക്കുന്നത്. ജ്ഞാനസ്നാനത്തിൽ എനിക്ക് വേണ്ടി മറ്റുള്ളവരാണ്, അതായത് മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും ദൈവത്തിന് ഉള്ള സമർപ്പണം നടത്തിയത്. എന്നാൽ നാളെയാകട്ടെ സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിൻ്റെ അർത്ഥമെല്ലാം ശരിയായി മനസ്സിലാക്കി നാം തന്നെ നമ്മെ ബോധപൂർവം ദൈവത്തിന് കാഴ്ചയായി അർപ്പിക്കുന്നു. യേശുവിന് എന്നെ കൈപിടിച്ച് കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ. യേശുവുമായുള്ള വിവാഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത് ഏറ്റവും വത്സലയായ അമ്മ പരിശുദ്ധ മറിയം തന്നെയാണ്. എത്ര ദിവസങ്ങളായി പരിശുദ്ധ മാതാവ് ഈ മഹാനുഗ്രഹ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. പരിശുദ്ധ മറിയം വഴിയുള്ള സമർപ്പണം നമ്മുടെ കുറവുകൾ നികത്തും. യേശുവിനുള്ള ജീവിത സമർപ്പണം പരിശുദ്ധ മറിയം വഴി നടത്തുന്നതിന് തക്ക കാരണമുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞു. അത് പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിൻ്റെ കുറവ് മാതാവ് പരിഹരിക്കുകയും അവളുടെ പൂർണ്ണത കൊണ്ട് അതിനെ ദൈവത്തിന് സ്വീകാര്യമാക്കുകയും ചെയ്യും എന്നതാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് നാളെ നാം 5 കാര്യങ്ങളാണ് സമർപ്പിക്കുന്നത്. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1. ശരീരം അതിൻ്റെ എല്ലാ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ പരിശുദ്ധ മറിയത്തിന് നൽകുന്നു. 2. ആത്മാവ് അതിൻ്റെ എല്ലാ ശക്തികളോടും കൂടെ പരിശുദ്ധ മറിയത്തിന് നൽകുന്നു. 3. ഇപ്പോഴുള്ളതും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ ഭൗതിക സമ്പത്തും വസ്തുവകകളും പരിശുദ്ധ മറിയത്തിന് നൽകുന്നു. 4. പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മീയ സമ്പത്തും പരിശുദ്ധ മറിയത്തിന് നൽകുന്നു. 5. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവൃത്തികളും പരിശുദ്ധ മറിയത്തിന് നൽകുന്നു.
ഇപ്രകാരമുള്ള മരിയൻ സമർപ്പണം വഴി നാം നമ്മെ തന്നെ പരിശുദ്ധ മറിയത്തിനും അമ്മ വഴി യേശുവിനും അടിമയാക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹ അടിമ. ഇനിമേൽ പാപസുഖങ്ങൾ ആഗ്രഹിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. ലോകത്തിൻ്റെ മൂല്യങ്ങളോടും ശൈലികളോടും ഇനി ഒരു ബന്ധവും നമുക്കുണ്ടാവുകയില്ല. ഒരു വ്യക്തിയും നമ്മുടെ ഹൃദയം കവരുകയില്ല. അത് പൂർണ്ണമായും എന്നേക്കുമായും യേശുവിനും പരിശുദ്ധ മറിയത്തിനുമായി സമർപ്പിതമാകും. ലോകവസ്തുക്കളോട് വലിയ വിരക്തിയും നമ്മൾ കാത്തു സൂക്ഷിക്കും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപൂർണതയിലേക്കുള്ള ആ പ്രവൃത്തി, ആ നവീകരണ പ്രവൃത്തി മരിയൻസ് പ്രതിഷ്ഠയിലൂടെ ഒരു സുപ്രധാന ഘട്ടത്തിലേക്കെത്തും. ബൈബിൾ വായന. ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥന. എന്നെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ 33 ദിവസങ്ങളിൽ അവിടുന്ന് എന്നിൽ ചൊരിഞ്ഞ കൃപാസമൃദ്ധിക്കായി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും ബലഹീനതകളുടെ അടിമത്തങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ സങ്കേതത്തിൽ എത്തിച്ചതിന് സ്തോത്രം. യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി അവരോധിക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് സജ്ജമാക്കിയതിന് സ്തുതി. യേശുനാഥനോടുള്ള പ്രേമത്താൽ എൻ്റെ ഹൃദയം നിറച്ച പരിശുദ്ധാത്മാവേ, അവിടുത്തേക്ക് വേണ്ടി വിലപ്പെട്ട സർവ്വതും എൻ്റെ ജീവൻ പോലും തിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ലോകത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് വിമുക്തി നേടി വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ എന്നെ തന്നെ യേശുവിന് കൊടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. നാളത്തെ മരിയൻ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായി ഈ ദിവസം മുഴുവനും പ്രാർത്ഥനയിൽ മുഴുകുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മറിയത്തിന് എന്നെ തന്നെ സമർപ്പിക്കാനുള്ള തീവ്രദാഹം ഈ ദിനം മുഴുവൻ എൻ്റെ ഹൃദയം നിറയട്ടെ. നാളത്തെ എൻ്റെ മരിയൻ പ്രതിഷ്ഠ ഏറ്റവും ഫലദായകമാകുവാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും അങ്ങ് എനിക്ക് ഇന്ന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ഞാൻ മുഴുവനും നിൻ്റേത്. ആമേൻ. സൽകൃത്യം. മരിയൻ തീർത്ഥാടന ദേവാലയം സന്ദർശിക്കുക അഥവാ ഭവനത്തിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം അലങ്കരിക്കുക. മരിയൻ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായി നല്ല ഒരുക്കത്തോടു കൂടിയതും പശ്ചാത്താപത്താൽ നിറഞ്ഞതുമായ ഒരു കുമ്പസാര കൂദാശ സ്വീകരണം നടത്തുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി.
പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്ര താരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവ്വം അങ്ങെന്നെ അനുവദിക്കണമേ. എന്തെന്നാൽ പരിശുദ്ധമായ അടിമത്തമെന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയെത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപം ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും
മറ്റെല്ലായിടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കാനും മറിയം എനിക്ക് അത്യാവശ്യമെത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകൾ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടുകൂടെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനുള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടണമേ. അതിനെ പരിപാലിച്ചു വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമാർന്ന വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശക്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്താൻ അവിടത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. യേശുനാമ ലുത്തീനിയ. കർത്താവെ കരുണ തോന്നണമേ. കർത്താവെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ലോകരക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പിതാവിന്റെ തേജസ്സായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യപ്രകാശത്തിന്റെ തെളിമയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നീതിസൂര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകാമറിയത്തിന്റെ പ്രിയസൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ആരാധ്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശക്തനായ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സതുപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ക്ഷമയുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവദാതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ആത്മാക്കളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ അഭയകേന്ദ്രമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാവങ്ങളുടെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വിശ്വാസികളുടെ നിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ
കരുണ തോന്നണമേ. നല്ലിടയനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. യഥാർത്ഥ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അനന്ത നന്മയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവനും മാർഗവുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സുവിശേഷകന്മാരുടെ അധ്യാപകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രക്തസാക്ഷികളുടെ ധൈര്യമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വേദപാരംഗതരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകളുടെ ശുദ്ധയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സകല വിശുദ്ധരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഓ കരുണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഓ ഈശോയെ, കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല തിന്മകളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല പാപങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ക്രോധത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ജഡമോഹങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. നിത്യമരണത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പ്രചോദനങ്ങളെ നിരാകരിക്കുന്നതിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജനനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശൈശവത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൈവിക ജീവിതത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വേദനകളിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സംസ്കാരത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ സ്ഥാപനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സകല ആനന്ദത്തിലൂടെയും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ തോന്നി ഞങ്ങളുടെ അർത്ഥനകൾ സ്വീകരിക്കണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ഈശോയെ, ചോദിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹമെന്ന ദാനം നൽകിയാലും അങ്ങനെ സകല പ്രവൃത്തികളിലും വാക്കുകളിലും ഒരിക്കലും അവസാനിക്കാതെ നിത്യതയോളം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമത്തോടുള്ള നിത്യമായ സ്നേഹവും ഭയവും ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയുടെ സ്നേഹവും നിലനിൽക്കുന്നതുവരെ നയിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒരിക്കലും അവിടുന്ന് വീഴ്ച വരുത്തുന്നില്ല. നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ നാമത്തിൽ ആമേൻ.